എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി SC/ST PWBD സ്പെഷ്യൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി SC/ST PWBD സ്പെഷ്യൽ അലോട്ട്മെന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതും ശേഷം പ്രവേശനം ലഭിച്ച കോളേജിൽ ഹാജരാകുകയും ചെയ്യേണ്ടതാണെന്നുള്ള വിവരം ഓർത്തിരിക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റി ഫീ 925 രൂപയാണ് അടയ്ക്കേണ്ടത്. SC/ST PWBD വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ 925 രൂപ യൂണിവേഴ്സിറ്റി ഫീ ഇനത്തിൽ അടയ്ക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കേണ്ട വിഷയം തന്നെയാണ്. യൂണിവേഴ്സിറ്റി ഫീ അടച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്നുള്ളത് കോളേജ് ജോയിനിങ് ആണ്. യൂണിവേഴ്സിറ്റി ഫീക്കും കോളേജ് ജോയിനിങ്ങിനും വേണ്ടി ജൂലൈ മാസം 17, ജൂലൈ മാസം 18 തീയതികളിലാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്തത്. ജൂലൈ മാസം 17, ജൂലൈ മാസം 18 തീയതികളിലാണ് പ്രവേശനത്തിനായിട്ട് നിങ്ങൾ അതാത് കോളേജ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഹാജരാകേണ്ടതുള്ളത്. പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണമെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് ലഭിച്ച കോളേജ് ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്ത കോളേജാണെങ്കിലും ഇഷ്ടമുള്ള കോഴ്സാണെങ്കിലും ഇഷ്ടമില്ലാത്ത കോഴ്സാണെങ്കിലും ഫീസ് അടച്ച് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് കോളേജിൽ ജോയിൻ ചെയ്യണമെന്നുള്ളത് ഓർത്തിരിക്കാം. ടെമ്പററി അഡ്മിഷൻ അനുവദിക്കപ്പെടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യേണ്ടതാണെന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധ പതിപ്പിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ ഇനത്തിൽ 925 രൂപ യൂണിവേഴ്സിറ്റി ഫീ ഇനത്തിൽ നിങ്ങൾ നൽകുകയും ശേഷം പ്രവേശനം ലഭിച്ച കോളേജിലും കോഴ്സിലും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുകയും അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുകയും ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുകയും പ്രവേശനത്തിനായിട്ട് അതാത് കോളേജിൽ 17, 18 തീയതികളിൽ ഹാജരാകുകയും ചെയ്യുക. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.